ഈ വീഡിയോ പുറത്ത് വർക്ക് ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ വീഡിയോ ആക്ച്വലി ദുബായ് ബിൽഡിംഗ് കോഡിൻ്റെ ഒരു ഡോക്യുമെൻ്റ് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ദുബായ് ബിൽഡിംഗ് കോഡിൽ ഞാൻ MEP പാർട്ട് കുറച്ചായിട്ട് കവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ പല പാർട്ടുകളുണ്ട്. ഇത് 2021 എഡീഷനാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് പാർട്ട് ജിയിലാണ് നമ്മുടെ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ തുടങ്ങുന്നത്, അതായത് സർവീസസ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനം തുടങ്ങുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോക്യുമെൻ്റ് 2021 എഡീഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി എങ്ങനെയൊക്കെയാണ് കണ്ടൻസ് ഉള്ളത് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. പാർട്ട് എയിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും, പിന്നെ പാർട്ട് ബിയിൽ ആർക്കിടെക്ചർ സംബന്ധമായിട്ടുള്ള ആക്സസിബിലിറ്റി സംബന്ധമായിട്ടുള്ള പാർട്ട് സിയിൽ, പിന്നെ ലിഫ്റ്റ് എലിവേറ്റേഴ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പാർട്ട് ഡിയിലും, ബിൽഡിങ്ങിൻ്റെ മറ്റു പല കാര്യങ്ങളും സ്ട്രക്ചറൊക്കെ പാർട്ട് ഇ ലെഫ്റ്റിലൊക്കെ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻകമിങ് യൂട്ടിലിറ്റീസാണ് നമ്മുടെ പാർട്ട് ജി, അതാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ HVAC, സെക്യൂരിറ്റി, പിന്നെ ബാക്കി വില്ലുകളുടെയൊക്കെ ഇങ്ങനെ വന്നെന്നൊക്കെ ഉള്ള അങ്ങനെ പാർട്ട് കെ വരെ കവർ ചെയ്തിട്ടുണ്ട്. 10 പാർട്ടായിട്ട് ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർട്ട് ജിയിൽ ഇൻകമിങ് യൂട്ടിലിറ്റീസിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണ്ടൻറ്റാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ എൻ്റെ ഡിസൈൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കാവുന്ന പല സ്റ്റാൻഡേർഡ്സ് ഇതിൻ്റെ അകത്തുണ്ട്. നമ്മുടെ ലേറ്റസ്റ്റ് പാർട്ടായിട്ടുള്ള EV എല്ലായിടത്തും ഇപ്പോൾ സജീവമായി. ഇപ്പോൾ EV റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിൻ്റെ ചാർജിങ് പോയിൻറ്റ്സിനെ പറ്റിയുണ്ട്, പിന്നെ സോളാർ റിലേറ്റഡ് റിന്യൂവബിൾ എനർജി പാർട്ട് വരുന്നുണ്ട്. അതുകൂടാതെ സബ്സ്റ്റേഷനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ഗ്യാസ് സപ്ലൈ, വാട്ടർ സപ്ലൈ, കൂളിംഗ് സൊല്യൂഷൻസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ പാർട്ടുകൾ, അങ്ങനെ 11 പാർട്ടായിട്ടാണ് ഇതിൽ മൊത്തത്തിൽ കവർ ചെയ്തേക്കുന്നത്. നമ്മുടെ നാഷണൽ ബിൽഡിംഗ് കോഡെന്ന് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ദുബായ് ബിൽഡിംഗ് കോഡും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ്സൊക്കെ മനസ്സിലാക്കി വെച്ചാൽ നല്ലതാണ്. അപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ മിനിമം സ്റ്റാൻഡേർഡ്സ് എങ്ങനെയൊക്കെ വേണമെന്നുള്ള പെർഫോമൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ അത് ഏതിലൊക്കെയാണ് ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ട് ഏതിലാണ് പറയുന്നത്, വാട്ടർ റിലേറ്റഡ് ആയിട്ട് ഏത് പാർട്ടിലാണ് പറയുന്നത് എന്നുള്ളതെല്ലാം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ G4 to G7 ആണ് ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ട്, G9 വരുന്നത് വാട്ടർ റിലേറ്റഡ് ആയിട്ടും, പിന്നെ G10 കൂളിംഗ് റിലേറ്റഡ് ആയിട്ടും, G11 ടെലികമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. നാഷണൽ ബിൽഡിംഗ് കോഡ് ഇന്ത്യയിലുള്ള പോലെയൊക്കെ തന്നെ ഇതിലും ഇലക്ട്രിക്കലിൻ്റെ ഓരോ പാർട്ട് ആക്സസറി എന്താണ്, പവറിനെ പറ്റിയുള്ളതും, മീൻസ് ഓരോ ടേംസ്, മെയിൻ ടേംസ് എല്ലാം ഇതിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വർക്ക് ചെയ്യുന്നവർക്ക് പലതും അറിയുന്നതാണ്. അറിയാത്ത നമ്മളിങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ തോന്നുമ്പോൾ നമ്മൾ നേരെ ഈ ടേംസിലേക്ക് വരിക. അതിപ്പോൾ ഈ നാഷണൽ ബിൽഡിംഗ് കോഡായാലും DBC ആയാലും സെയിം തന്നെ. നമ്മൾ ആ ടേംസ് ഡൗട്ട് വരുമ്പോൾ അതിലേക്ക് വരിക, അതിനെപ്പറ്റി വിശദമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്താണ് ആ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു വ്യക്തത ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഞാനിതിൽ ഓരോ ഐറ്റത്തിലേക്കും പോകുന്നില്ല, നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വരുമ്പോൾ അതിലേക്ക് വരാം. ഓക്കെ, പിന്നെ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന പല ഷോർട്ട് ഫോംസ്, അക്രോണിംസും അബ്രിവേഷൻസും എന്താണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. AC ഓൾട്ടർനേറ്റീവ് കറണ്ട്, ACB, നമ്മൾ യൂസ് ചെയ്യുന്ന പല സാധനങ്ങളും ഇവിടെ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന പല സാധനങ്ങൾ തന്നെയാണ് വരുന്നത്. ചെറിയ വേരിയേഷൻസ്, APC, ആംഗിൾ പോളിഷ് കണക്ടർ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ആ ഒരു ടേം വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് നോക്കി പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇത് എവിടെ നിന്നാണ് റെഫർ ചെയ്തതെന്നുള്ളത്, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നാഷണൽ ബിൽഡിംഗ് കോഡെല്ലാം IS സ്പെസിഫിക്കേഷൻ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷനാണ് നോക്കുന്നതെങ്കിൽ ഇവിടെ എല്ലാം ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡാണ് നോക്കുന്നത്. അതാണ് നമുക്ക് എല്ലാം കാണാം, BS 546 എന്നൊക്കെ പറഞ്ഞ് കിടക്കണതാണ്. അപ്പോൾ ഇതെല്ലാം ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓരോന്നിനും ഇപ്പോൾ പ്ലഗ് ആയാലും ഓരോ ഡിസൈനിനും അതിൻ്റേതായ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഇപ്പം നമ്മുടെ എർത്തിങ് IS 3043 എന്നാണെങ്കിൽ ഇവിടെ കണ്ടോ ബ്രിട്ടീഷ് 7430 എന്നാണ് വരുന്നത്. അപ്പം നമ്മുടെ G4 നിന്നങ്ങ് തുടങ്ങുകയാണ്, ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ പറഞ്ഞ് തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ട് ഇൻസ്റ്റലേഷൻസിനെ പറ്റിയൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഇൻട്രോയിൽ തന്നെ പറയുന്നുണ്ട് G4 to G7 ആണ് ഇലക്ട്രിക്കൽ റിലേറ്റഡ് ഡിസൈനിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വേറെ കാര്യം പറയുന്നത്, ഏതെങ്കിലും ഇതിൽ ഇല്ലാത്തൊരു കാര്യം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ദുബായ് ഇലക്ട്രിക്കൽ ആൻഡ് വാട്ടർ അതോറിറ്റി കൺസൾട്ട് ചെയ്ത് ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം ചെയ്യുക എന്നുള്ളത് പറയുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ഇതിലാദ്യം തന്നെ അവിടുത്തെ സപ്ലൈ വോൾട്ടേജ് IEC60038 പ്രകാരം 230 വോൾട്ട് അല്ലെങ്കിൽ 400 വോൾട്ടാണ്. ±10% അലവൻസ് ഉണ്ട്. 50 ഹെർട്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. 3 ഫേസ് 4 വയർ സിസ്റ്റമാണ്. ആർമേഡ് ആയിട്ടുള്ള കേബിൾസ് ഒക്കെയാണ് സാധാരണ ദുബായിലും ഇതിൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ന്യൂട്രൽ വേറെ ഭാഗത്ത് എർത്ത് ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. സബ്സ്റ്റേഷനിലെ ഫാൾട്ട് ലെവൽ 40 കിലോ ആംപിയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ എല്ലാ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലും വരുന്ന നോർമൽ സാധനങ്ങൾ, നോർമൽ പ്രോബ്ലംസ് ഇതിലും വരുന്നുണ്ട്. ഓവർ വോൾട്ടേജ് വരാം, ഫ്ലക്ച്വേഷൻസ് വരാം, ട്രാൻസിയൻസ് ആൻഡ് ഹാർമോണിക്സ് വരാം, ഒരു ഫേസ് ഇല്ലാണ്ടാവുന്ന കേസ് വരാം, പിന്നെ ഇൻട്രപ്ഷൻസ് വരാം. നമ്മുടെ ഒരുപക്ഷെ ഇന്ത്യയിൽ അത്ര ഇൻട്രപ്ഷൻസ് അവിടെ വരില്ലെങ്കിലും ഇൻട്രപ്ഷൻസ് വരാം. അപ്പം നമ്മളിവിടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഡ്രോയിങ് വരയ്ക്കുന്ന ടൈമിൽ തന്നെ, അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രോജക്റ്റ് ആണെങ്കിൽ നമ്മൾ പവറിൻ്റെ അവൈലബിലിറ്റിയെ പറ്റി നമ്മൾ KCB ആയിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. വലിയ പ്രോജക്റ്റുകൾക്കാണ് അത് കൂടുതലും വരാറില്ല. അപ്പോൾ അവിടെ പവർ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഡിസൈനിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വലിയൊരു ഫ്ലാറ്റ് അല്ലെങ്കിൽ വലിയൊരു ലുലു പോലത്തെ ഒരു പ്രോജക്റ്റ് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടത്തേക്ക് പവർ അലോക്കേറ്റ് ചെയ്യാൻ കിട്ടുമോ, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി സെപ്പറേറ്റ് ഫീഡർ ലൈൻ ഒരു അടുത്തുള്ള സബ്സ്റ്റേഷനിൽ നിന്ന് ഇടേണ്ടി വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ടൈമിൽ ഡിസ്കസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതേപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് ഇതിലും പറയുന്നത്. അവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം, അവിടേക്ക് എങ്ങനെയാണ് അവൈലബിലിറ്റി എന്നുള്ള മനസ്സിലാക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ ദുബായിലൊക്കെ ആകുമ്പോൾ 400 കിലോ വാട്ടിന് മുകളിൽ എക്സീഡ് ചെയ്യുന്ന ലോഡാണെങ്കിൽ, ടോട്ടൽ കണക്റ്റഡ് ലോഡാണെങ്കിൽ അവിടെ സെപ്പറേറ്റ് ഒരു സബ്സ്റ്റേഷന് വേണ്ടി, ഒരു സബ്സ്റ്റേഷന് വേണ്ടി അവിടെ സ്ഥലം അലോക്കേറ്റ് ചെയ്യണം എന്നുള്ള കേസാണ് പറയുന്നത്. ചില കേസുകളിൽ 400 കിലോ വാട്ട് താഴെയും വരാറുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ പൊതുവെ പറയും, ഇന്ത്യയിൽ പറയുന്ന അല്ലെങ്കിൽ കേരളത്തിൽ പറയുന്നത് 100 kV താഴെയുള്ളതാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ഫോമർ വേണ്ട എന്നുള്ള രീതിയിൽ പറയുമെങ്കിലും പല സിറ്റുവേഷനുകളിലും നമ്മളൊരു 50, 60, 70 കിലോ വാട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ ട്രാൻസ്ഫോമർ വയ്ക്കേണ്ടതായിട്ട് KCBയിൽ നിന്നും പറയേണ്ട ആവശ്യങ്ങൾ വരാറുണ്ട്. ചില സ്ഥലങ്ങളിൽ ട്രാൻസ്ഫോമറിൻ്റെ അത്രയും എനർജി ഫീഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. അപ്പം അതേപോലെ തന്നെ അതേ കേസുകളൊക്കെ ഇവിടെയും പറയുന്നുണ്ട്. അതാണ് മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്ന കേസുകൾ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ താരിഫ് 4.5 പറയുന്നുണ്ടെന്ന് പറയുന്നത്. ഇൻ അക്കോർഡൻസ് വിത്ത് G4.5 എന്ന് പറഞ്ഞ ആ ഒരു സെഷനിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് പോയിൻ്റാണ് വരുന്നത് പോയിൻ്റ് ഓഫ് സപ്ലൈ. അപ്പോൾ എവിടെയാണ് ഒരു സപ്ലൈയുടെ സ്റ്റാർട്ടിങ് എന്നുള്ളത്, അത് ഒരു ലൊക്കേഷനിൽ, ഒരു പ്രോജക്റ്റിന് ഒരു ലൊക്കേഷനിൽ കൊടുക്കാനാണ് പറയുന്നത്. അൺലെസ് അതർവൈസ് അപ്രൂവ് ചെയ്ത് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ വേറെ പോയിൻ്റ് വേണ്ടി വരുമായിരിക്കും. അതാണ് പറയുന്നത്. സർക്യൂട്ട് ബ്രേക്കർ അല്ലെങ്കിൽ MDB എന്ന് വിളിക്കും. അതവിടെ പ്രൊവൈഡ് ചെയ്യണ കേസ് പറയുന്നുണ്ട്. അത് മെയിൻ DB ആണെന്ന് മാർക്ക് ചെയ്യപ്പെടണം. മെയിൻ DBയുടെ ബാക്കിയുള്ളതിൽ വേർതിരിച്ച് നിർത്താൻ വേണ്ടി, അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള രീതിയിൽ ചെയ്യണം. ഇപ്പോൾ മോർ ദാൻ 1 പോയിൻ്റ് ഓഫ് സപ്ലൈ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ഏതൊക്കെ എങ്ങോട്ടുള്ളതെന്നുള്ളതും കൂടി മാർക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ട്രാൻസ്ഫോമറായിട്ട് മെയിൻ LV സൈഡ് ഡിസ്ട്രിബ്യൂഷൻ പാനൽ കണക്ട് ചെയ്യുമ്പോൾ അതിലുണ്ടാവേണ്ടത് ഡ്രോ ടൈപ്പ് 4 പോൾ ACB ആണെന്നുള്ള കേസ് പറയുന്നുണ്ട്. ഇനി 2 ട്രാൻസ്ഫോമറിനാണെങ്കിൽ സെപ്പറേറ്റ് ബസ് പാർട്ടുകൾ വയ്ക്കുന്ന, ബസ് ബാർ സെക്ഷൻസ് വയ്ക്കുന്ന കേസ് പറയുന്നുണ്ട്. എന്നിട്ട് മെക്കാനിക്കലി ഇലക്ട്രിക്കലി ഇൻ്റർലോക്കിങ് അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യുന്ന രീതിയിൽ ബസ് ബാർസ് വയ്ക്കണം എന്നുള്ള കേസ് പറയുന്നുണ്ട്. ഇതൊരു സബ്സ്റ്റേഷൻ്റെ അകത്തുള്ള അറേഞ്ച്മെൻറ്റാണ്. ഞാനത് നമ്മുടെ നമ്മുടെ ഇവിടുത്തെ സ്റ്റാൻഡേർഡ്സ് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഇവിടെ കാണാം 1 എഴുതിയേക്കണേ, ഇത് നമ്മുടെ പാനൽ ബോർഡാണ്, LV പാനൽ ബോർഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് കണ്ടോ, ഒരു മിനിമം ഒരു 750 ക്ലിയറൻസ് വാൾസിൽ നിന്ന് കാണാം. ഇവിടുന്നൊക്കെ വാൾസിൽ നിന്ന് കാണാം. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. പിന്നെ ഈ ചെറുത് കാണിച്ചേക്കുന്ന കപ്പാസിറ്റർ ബാങ്കാണ് പവർ ഫാക്ടർ കറക്ഷന് വേണ്ടി. പിന്നെ ഒരു DB കാണിച്ചിട്ടുണ്ട്, 3 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു DB കാണിച്ചിട്ടുണ്ട്. പിന്നെ
എനർജി മീറ്റർ ഫോർ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ എനർജി മീറ്റേഴ്സ് വെച്ചേക്കുന്ന കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലിയറൻസ് ഒക്കെ കാണാം. പിന്നെ എമർജൻസി ലൈറ്റ് കാണിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ എമർജൻസി ലൈറ്റാണ് കാണിച്ചേക്കുന്നത്. അത് 3 hour റേറ്റിംഗ് സെൽഫ് സസ്റ്റെയിൻഡ് ആയിട്ടുള്ള എമർജൻസി ലൈറ്റാണ്. ഒന്നുമില്ലെങ്കിലും അത് കത്തിക്കൊണ്ടിരിക്കണം 3 hours എങ്കിലും. പിന്നെ ബാക്കിയുള്ള 6 എന്നൊക്കെ പറഞ്ഞാൽ ലൈറ്റ് ഫിറ്റിങ്സ് ആണ്. ഈ കാണിച്ചേക്കുന്നതൊക്കെ ലൈറ്റ് ഫിറ്റിങ്സ് ആണ്. പിന്നെ നമ്മുടെ 7 കാണിച്ചേക്കുന്ന ഡോറാണ്. അത് നോൺ കമ്പസ്റ്റബിൾ ആയിരിക്കണം. പിന്നെ ഫയർ 1 മണിക്കൂർ 1 hour ഫയർ റെസിസ്റ്റൻസ് റേറ്റിംഗ് ഉണ്ടാവും. നോൺ ലൂവേർഡ് ആയിരിക്കണം. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഹോൾ പോലെ ഉണ്ടാകാൻ പാടില്ല. മറ്റേ ലൂവേഴ്സ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ എന്നിട്ട് അതിൽ നോട്ട് എഴുതുന്ന മിനിമം ക്ലിയർ സ്പേസ് ഷോൺ അറ്റ് ദ സൈഡ്സ് ആൻഡ് റിയർ ഓഫ് മാനുവൽ ഈസ് ഫോർ സ്വിച്ച് ബോർഡ്സ് വിത്ത് റിയർ ആക്സസ് റിക്വയർമെൻറ്റ്സ് ഉള്ളി. അതായത് ആ മിനിമം ക്ലിയറൻസ് കൊടുത്തേക്കുന്ന ബാക്കിൽ നിന്ന് ആക്സസ് വേണ്ട ഇതിനാണ്, വേണ്ട സ്വിച്ച് ബോർഡ്സിനാണ് അങ്ങനത്തെ ഇത് കൊടുത്തേക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ ലൈറ്റിംഗ് റിക്വയർമെൻറ്റ് മിനിമം 500 lux വേണമെന്ന് പറയുന്നുണ്ട്. കൺസ്യൂമറിൻ്റെ മെയിൻ ഡി ബിയിലുള്ള ഇൻകമിങ് സപ്ലൈ കൺസ്യൂമർ കേബിൾസുമായിട്ട് സെപ്പറേറ്റ് മനസ്സിലാക്കണം. ഇൻകമിങ്ങും ഔട്ട് ഗോയിങ് ഒക്കെ തമ്മിൽ കറക്റ്റായിട്ട് സെഗ്രിഗേഷൻ വേണം. പിന്നെ വെറ്റ് ഏരിയസ് ആയിട്ടുള്ള ബാത്റൂം, കിച്ചൺ, ടോയ്ലറ്റ്, പാൻട്രൈസ്, സ്റ്റോറേജ് ടാങ്ക്, എയർ കണ്ടീഷൻ ചില്ലറ ഭാഗങ്ങളിലൊന്നും അതിൻ്റെ തൊട്ട് അടുത്തായിട്ടൊന്നും സ്വിച്ച് റൂംസ് കൊടുക്കാൻ സമ്മതിക്കില്ല. പിന്നെ അവിടെ കൂടെ വാട്ടർ പൈപ്പ്സ് മറ്റേ സ്വിച്ച് റൂം വാൾസിൽ കൂടി പോകാനും സമ്മതിക്കില്ല. അതെല്ലാം സേഫ്റ്റിക്ക് വേണ്ടിയുള്ളതാണ്. പിന്നെ ഇലക്ട്രിക്കൽ റൂമിൻ്റെ വേറൊരു ഡൈമെൻഷൻസ് തന്നെയാണ് ഈ കാണിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാം. നേരത്തെ കാണിച്ച പോലെ തന്നെ പാനൽ ബോർഡിൻ്റെ അറേഞ്ച്മെൻറ്റാണ്. LV സ്വിച്ച് ബോർഡ് എന്ന് പറഞ്ഞ് അതിൻ്റെ അറേഞ്ച്മെൻറ്റാണ് കാണിച്ചേക്കുന്നത്. ഇതൊക്കെ സ്വിച്ച് ബോർഡ്സാണ്. എൻ്റെ അറേഞ്ച്മെൻറ്റ് നേരത്തെ കണ്ട പോലെ തന്നെയാണ്. അതിൻ്റെ മിനിമം ക്ലിയറൻസ് 750 വരുന്നുണ്ട്. പരസ്പരമുള്ള ക്ലിയറൻസ് 1500 വരുന്നുണ്ട്. പിന്നെ എനർജി മീറ്റേഴ്സും എല്ലാം സെയിം അതേപോലെ തന്നെ അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. മെയിൻ ഇലക്ട്രിക്കൽ സ്വിച്ച് റൂം അതിൻ്റെ അകത്ത് 2 പാനൽസൊക്കെ വരുവാണെങ്കിൽ എന്താണെന്നുള്ളതൊക്കെയാണ്. അപ്പോൾ എമർജൻസി ലൈറ്റ് എല്ലാ കേസുകളും സെയിം പറഞ്ഞ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അത് മനസ്സിലാക്കി വയ്ക്കുക. ഇത് സിമിലർലി എല്ലാം ഓരോന്നിൻ്റെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ റിലേറ്റഡ് കൺഫ്യൂഷൻ വരുമ്പോൾ എപ്പോഴും ഈ ദുബായ് ബിൽഡിംഗ് കോഡ് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഇലക്ട്രിക്കൽ സർവീസ് റൂം വിത്ത് 1 MdBയുടെ ഒരു പാർട്ടാണ് കാണിച്ചേക്കുന്നത്. മാക്സിമം 400 ആംപിയർ റേറ്റിംഗ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഡിസൈൻ വരുവാണെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇതൊരു മീറ്ററിങ് ബോർഡിൻ്റെ ഒരു സൈഡ് വ്യൂവും ഫ്രണ്ട് വ്യൂവും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ വേരിയേഷൻസ് ഉണ്ട് അതിൻ്റെ ഡയമെൻഷൻസിൻ്റെ ഡിപ്പെൻഡിങ് ഓൺ ഓരോ താരിഫും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ സെക്ഷൻസിന് A, B, C അതിൻ്റെ ഹൈറ്റും സൈസ് ലെങ്ത്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. A, B, C, D എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻസ് 125 വരെ ഉള്ളതിൻ്റെ അതിൻ്റെ ഡയമെൻഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ പൊസിഷൻസിൻ്റെ. പിന്നെ 125-ന് മുകളിൽ വരുന്ന ആ പാർട്ടും കൊടുത്തിട്ടുണ്ട്. CT ഓപ്പറേറ്റഡ് മീറ്ററിങ്, അതായത് 125 ആംപിയർ വരെ ഡയറക്റ്റ് കണക്ഷൻസാണ് ഇതിൽ വരുന്ന കേബിൾ കണക്ഷൻ. അത് കഴിഞ്ഞ് CT ത്രൂ ആയിരിക്കും കണക്ഷൻ പോകുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇതിന് പകരം ഒരു മാക്സിമം ഒരു 20 kW വരെയൊക്കെ നമ്മളെ കിലോവാട്ട് റേറ്റിങ്ങിലാണ് പറയാറ്. അതായത് മീറ്ററിലേക്ക് ഡയറക്റ്റ് കേബിൾ കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ നമ്മൾ CT ത്രൂ ആയിരിക്കും എൻ്റെ മീറ്ററിങ് പ്രൊസീജിയേഴ്സ് നോക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഇതിൽ പറഞ്ഞേക്കുന്നത്. അത് താരിഫ് മീറ്ററിങ്ങിൻ്റെ പാർട്ടാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നോക്കാം. IP55 പ്രൊട്ടക്ഷൻ വെതർ പ്രൂഫായിട്ടുള്ള സാധനമായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. എൻ്റെ 1 എന്നൊക്കെ പറഞ്ഞ കോമ്പൗണ്ട് വാളിൻ്റെ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. വെതർ പ്രൂഫ് ആയിരിക്കണം. പിന്നെ അതിൻ്റെ ഹിഞ്ച് ഡോർ ഉണ്ടാവണം. അതിൻ്റെ പിന്നെ കേബിൾ ഗ്ലാൻഡ് ബോക്സ് എന്ന് പറഞ്ഞൊരു പാർട്ട് ഉണ്ടാവണം. ഈ 4th എന്ന് പറഞ്ഞ ആ സെക്ഷനാണ് കാണിച്ചത്. കേബിൾ ഗ്ലാൻഡ് ചെയ്യാനുള്ള ബോക്സ്, പിന്നെ മീറ്റർ വ്യൂ ചെയ്യാനുള്ള നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള പോലെ തന്നെ അതിൻ്റെ മീറ്റർ വ്യൂ ചെയ്യാനുള്ള പാർട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇൻകമർ ബ്രേക്കറിൻ്റെ പൊസിഷൻസ്. അതെല്ലാം കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ചിലപ്പോൾ MCB വയ്ക്കും, ചിലപ്പോൾ ഐസൊലേറ്റർ വയ്ക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവിടെ അത് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നു എന്നുള്ള വ്യത്യാസം.
ഇത് ഓൾറെഡി ഒരു ലെങ്തി വീഡിയോ ആയി തുടങ്ങി. അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എസ്പെഷ്യലി നമുക്ക് പുറത്ത് ഇപ്പോൾ പോകാൻ നിൽക്കുന്ന ആൾക്കാർക്ക് അത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു.